ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അതിന് മൈദ മാവ് ഈ ഗ്ലാസ്സാണ് എൻ്റെ അളവ്. അതിന് 2 ഗ്ലാസ് മൈദ മാവ് എടുക്കുന്നുണ്ട്. ഒരു 350 ഗ്രാം കാണും 2 ഗ്ലാസ് എന്ന് പറയുമ്പോൾ. പിന്നെ കുറച്ച് ക്യാരറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അണ്ടിപ്പരിപ്പുണ്ട്, 2 മുട്ട, ബേക്കിംഗ് പൗഡർ, വനില എസൻസ്, ഓറഞ്ച് പൊടിച്ചത്. മധുരത്തിന് ഞാൻ പഞ്ചസാര ചേർക്കുന്നില്ല. പഞ്ചസാരയ്ക്ക് പകരം ഞാൻ ചേർക്കുന്നത് ശർക്കര ഒഴുക്കി വെച്ചിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് നമുക്ക് തുടങ്ങാം. ഞാനൊരു ടീസ്പൂൺ ഫുള്ളായിട്ടാണ് ബേക്കിംഗ് പൗഡറാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഒരല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ നമുക്ക് അരിപ്പയിൽ അരിച്ചെടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം അരിപ്പയിൽ അരിച്ചെടുക്കാം. 1 ടീസ്പൂൺ ഓറഞ്ച് തൊലി ഉണക്കി പൊടിച്ചത് കൂടെ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇടഞ്ഞെടുക്കാം. ആദ്യം ഇതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അരിപ്പയിലോട്ട് മാറ്റിയിട്ട് 2 തവണ 3 തവണ ആയാൽ ഏറ്റവും നല്ലത്. 2 തവണ എങ്കിലും. ഒരു തവണ ഞാൻ ഇടഞ്ഞതായതുകൊണ്ടാണ് 2 തവണ എന്ന് പറഞ്ഞത് ചെയ്യാം. മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കാം. ബീറ്റർ ഓവൻ ഒന്നുമില്ലാതെ കുക്കറിൽ ഉണ്ടാക്കുന്ന കേക്കാണിത്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും. നമുക്കതിലേക്ക് വനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ ശർക്കരപ്പാനിയും മുട്ടയും കൂടെ മിക്സായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് പൊടിയിട്ട് ഇളക്കി നമുക്ക് പാകത്തിനെടുക്കാം. പൊടിയിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. ഒരുപാട് കുത്തി ഇളക്കാതെ പതുക്കെ നമുക്കിതിനെ യോജിപ്പിച്ച് എടുക്കാം. ശേഷം നമുക്ക് ക്യാരറ്റിനെ നമ്മൾ ഇട്ട് വെച്ചത് ശർക്കരപ്പാനിയിലിട്ട് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ചീകിയത് അതിനെ ഇതിലോട്ട് ഇട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ പാകത്തിനായിട്ട് വരും. നമ്മുടെ മൈദാമാവ് മുഴുവനും ഇട്ട് കഴിഞ്ഞു. മൊത്തം ഒരു തിക്കായിട്ടുള്ള ബാറ്ററാണ് റെഡിയായത്. ഇനി നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. അതോടുകൂടെ ഇതിൻ്റെ ബാറ്റർ പാകത്തിനായിട്ട് വരും. നമ്മുടെ ബാറ്റർ റെഡിയായി കഴിഞ്ഞു. ഇതിൽ ഞാൻ ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല. സാധാരണ വെണ്ണ ഇട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വെണ്ണ ചേർക്കാം. വെണ്ണ കുറച്ച് ചേർത്താൽ മതി. ഒരു 50 ഗ്രാം വെണ്ണ ചേർക്കാം. ക്യാരറ്റ് ബാറ്ററിനോടൊപ്പം യോജിച്ച് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കുക്കർ അടുപ്പത്ത് വെച്ച് അരമണിക്കൂർ നേരം നല്ല ഹീറ്റായതിൻ്റെ ശേഷം ഈ ബാറ്ററിനെ നമുക്ക് കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചിട്ട് ഇറക്കി വയ്ക്കാം. വെണ്ണ ഒന്ന് മെൽറ്റ് ചെയ്തിടുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇടയ്ക്കിടെ ഇങ്ങനെ കട്ടയായിട്ടിരിക്കും. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ ഇടാൻ പാടില്ല. റൂം ടെമ്പറേച്ചറിലുള്ള വെണ്ണയാണ് ഇടേണ്ടത്. ഇതിങ്ങനെ കട്ടയാണെങ്കിൽ ഒന്ന് ചെറുതായിട്ട് പാത്രം ചൂടാക്കുക. അതിലേക്ക് വെണ്ണ ഇടുക. കത്തിക്കൊന്നും ചെയ്യരുത്. അങ്ങനെ പാത്രം ചൂടാകാൻ മാത്രം ഹീറ്റർ വെച്ചാൽ മതി. ചൂടായതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ ഇങ്ങനെ മെൽറ്റായി വരും. ഞാൻ അങ്ങനെയാണ് മെൽറ്റ് ചെയ്ത് എടുക്കാറ്. ഇനി ഇതിനെ നമുക്ക് വെണ്ണയെ ഇതിലേക്ക്
ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്നും കൂടെ നന്നായിട്ട്, ഓയിലിന് പകരമാണ് ഞാൻ വെണ്ണ യൂസ് ചെയ്യുന്നത്. വെണ്ണ ഇല്ലാത്തപ്പോൾ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഉപയോഗിക്കും. സൺഫ്ലവർ ഓയിലൊന്നും ഉപയോഗിക്കാറില്ല. ഇത് ഒഴിച്ച് നമുക്കിതിനെ പൂർണ്ണമായിട്ടൊന്ന് എല്ലായിടത്തും സ്പ്രെഡാകുന്ന രീതിയിൽ ഒഴിക്കാം, ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞ് കേക്ക് ടിന്നെ നമുക്ക് പേപ്പർ വെച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. എല്ലായിടവും ഒരുപോലെ ആയിട്ട് വരട്ടെ. കുക്കർ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഒരു ഫുള്ളിലാണ് വെച്ച് അരമണിക്കൂറാകുമ്പോൾ അത് ചൂടാകും. വെച്ചിട്ടിപ്പോൾ ഒരു 20-25 മിനിറ്റായി. വെണ്ണ ഇട്ട് മിക്സ് ചെയ്തു. ഇനി നമുക്ക് കേക്കിംഗ് ടിന്നിലോട്ട് മാറ്റാം. നമ്മുടെ കേക്ക് ടിന്നിലോട്ട് മാറ്റിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് ബബിൾസ് ഉണ്ടോ എന്നുള്ളതറിയാം. ഉണ്ടെങ്കിൽ ബബിൾസ് എല്ലാം പൊക്കോളും. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. വേറൊന്നും അല്ല കേട്ടോ, കമ്പൊന്നും അല്ല, കറിവേപ്പിലയുടെ തണ്ടാണ്. കഴുകിയെടുത്ത് വെച്ചതാ. അപ്പം അങ്ങ് പൊട്ടിച്ച് കൊണ്ടുവന്നതേ ഉള്ളൂ. ഞാൻ വേറെ ഒന്നും ഇതിനകത്ത് എങ്ങനെ ബബിൾസ് ഉണ്ടെങ്കിൽ ഇതാവുമ്പോൾ ഇങ്ങനെ 4 വര ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസും എല്ലാം ആയിട്ട് ഇങ്ങനെ വഴയിട്ട് കഴിഞ്ഞാൽ എല്ലാം ക്ലിയറാകും. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ അണ്ടിപ്പരിപ്പിനെ ഡെക്കറേറ്റ് ചെയ്യാം. കേക്ക് ടിന്നെ ഇറക്കി വെച്ചോ, അണ്ടിപ്പരിപ്പ് ഡെക്കറേറ്റ് ചെയ്തു. ഇനി നമുക്ക് 30 മിനിറ്റ് വെയിറ്റ് ചെയ്ത ശേഷം തുറന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ക്യാരറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. കളറെല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഓഫ് ചെയ്യാം. 45 മിനിറ്റ് എടുത്തു. 30 മിനിറ്റ് ആയപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് നോക്കിയപ്പോൾ അങ്ങ് പൊങ്ങി വരുമായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങ് അടച്ച് വെച്ചത്. ഇപ്പോൾ 40 മിനിറ്റോടെ കഴിഞ്ഞ് 45 മിനിറ്റിൽ ഞാൻ തുറന്നു. പെർഫെക്റ്റായിട്ടുള്ള കേക്ക് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഗ്യാസ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തു. താഴെ മാറ്റി വയ്ക്കാം. എന്നാ അമ്മച്ചി നല്ല വെയിറ്റാണ് കുക്കർ. ഇനി നമുക്ക് പാത്രത്തിന് നമുക്ക് പുറത്തോട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. ഓക്കെ, കേക്ക് പാത്രത്തിന് പുറത്തോട്ടെടുത്തു. ഇനി ഇതിനെ നമുക്ക് റിമൂവ് ചെയ്യാം. 2 തവണ ഒന്ന് കൊട്ടിക്കൊടുത്താൽ വരും. നമ്മുടെ പപ്പടക്കോല് വെച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം. അത്രമാത്രം. ഇതാ, കുഴപ്പമില്ല. അത്ര മതി. ഒരുപാട് കുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഇതിനൊന്ന് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി പേപ്പറെല്ലാം മാറ്റിയതിൻ്റെ ശേഷം കാണാം കേട്ടോ. അങ്ങനെ കേക്ക് ടിന്നിൽ നിന്നും പ്ലേറ്റിലോട്ട് മാറ്റി. ഇനി ഇതിൻ്റെ പേപ്പറുകൾ, ബട്ടർ പേപ്പറിനെ എല്ലാം ഒന്ന് മാറ്റി കൊടുക്കാം. കൊടുത്തതിന് ശേഷം, ചൂട് പോയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് എൻ്റെ കേക്ക്. അടിപൊളി കേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് വലിയ കേക്കാട്ടോ, ഇന്ന് ഇത്തിരി വലുതായിട്ട് കിട്ടിയിട്ടുണ്ട്. സാധാരണ കേക്ക് ടിന്നെ വേറൊരു ലവ് ഷേപ്പിലുള്ള ടിന്നിലാണ് പൊതുവെ ഉണ്ടാക്കാറ്. എന്ന് ഞാൻ പാത്രമൊന്ന് മാറ്റി ഈ കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കിയത്. എല്ലാവരും കണ്ടല്ലോ. പലരും ചോദിക്കുന്നൊരു ചോദ്യം, കുക്കറിലുണ്ടാക്കിയാൽ കുക്കർ കേട് വരില്ലേ? കുക്കറിനടിയിൽ ഉപ്പിടാറുണ്ടോ, മണലിടാറുണ്ടോ? ഒന്നും ഇട്ടിട്ടില്ല എന്നുള്ളതിന് ചൂട് കൊണ്ട് തൊടാൻ പറ്റാത്ത അവസ്ഥയിലാണ്. എന്നാലും സംശയങ്ങൾ ഒന്ന് തീർത്ത് കൊടുക്കാമെന്ന് വെച്ചാണേ. ഇതാ, എന്തെങ്കിലും അഴുക്കുണ്ടോ? ഒന്നുമില്ല. കുക്കറിനൊരു കംപ്ലൈൻറ്റും വരില്ല. കുക്കറിലുണ്ടാക്കിയാൽ കുക്കർ ചൂടാകുന്നു. ശേഷം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സിം വെച്ചിട്ടിടുന്നു. കുക്കറിൽ വെച്ചിരിക്കുന്ന ഒന്നുകിലൊരു പ്ലേറ്റോ അല്ലെങ്കിൽ ഇതുപോലെ കമിഴ്ത്തിടാൻ പറ്റും. ഇത് കുക്കറിൻ്റെ കൂടെയുള്ള പാത്രമാണ് കേട്ടോ. ഇത് കുക്കർ വാങ്ങിക്കുമ്പം കിട്ടിയിരിക്കുന്ന മൂന്ന് ടൈപ്പ് പാത്രമുണ്ട്. അതുപോലെ ഇതിനെ ഇങ്ങനെ ഇറക്കി കൊടുത്താൽ മതി. ഇങ്ങനെ കമിഴ്ത്തി വെച്ചാൽ പാത്രം കറക്റ്റായിട്ട് ഇതിലിങ്ങനെ നിൽക്കും. ഓക്കെ, അപ്പം കേക്ക് ഒന്ന് ചൂടാറിയ ശേഷം കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാവേ.
കേക്ക് കട്ട് ചെയ്യാം. നമ്മുടെ ക്യാരറ്റ് കേക്ക് എങ്ങനെയുണ്ട് നോക്കണ്ടേ? കട്ട് ചെയ്ത് നല്ല വലിയ കേക്കാണ്. 1 കിലോ കാണും. ഇത്ര സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കാൻ പഞ്ചസാര ഉപയോഗിക്കാതെ, പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഉപയോഗിച്ചാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. മധുരത്തിന് വേണ്ടി പഞ്ചസാര മാത്രമേ ഉപയോഗിക്കണം എന്നൊന്നുമില്ല. നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മുടെ ആരോഗ്യത്തിന് നല്ലതായിട്ട് വരുന്നത് എന്താണോ അത് ഉപയോഗിക്കാം. നല്ല ക്യാരറ്റ് കേക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നത്. ഒന്നുകൂടെ ചൂട് പോകാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൊടുക്കാം.